വയനാട് ദുരന്ത സഹായത്തിന് നവംബർ 13 മാത്രമാണ് സഹായം ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് കേരളം കൈമാറിയതെന്ന് പറയുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ. വയനാട് MP പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. ഈ റിപ്പോർട്ട് മന്ത്രിതല സമിതി പരിശോധിച്ചു വരികയാണെന്നും അമിത്ഷാ അറിയിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങളും ബി ബാലഗോപാൽ നൽകും. ബാലു, അതായത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള MP മാർ അമിത്ഷായെ ആഭ്യന്തരമന്ത്രിയെ കാണുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നാലെയാണോ ഇത്തരത്തിലുള്ള, അതായത് വയനാട് ദുരന്ത സഹായത്തിന് നവംബർ 13 അപേക്ഷ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസമാണ്, 3 മാസം കഴിഞ്ഞതിന് ശേഷമാണോ കേരളം മുന്നോട്ട് പോയതെന്നാണോ അദ്ദേഹം പറയുന്നത്? ഈ വയനാട് ദുരന്തത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ നിന്നുള്ള MP മാരുടെ സംഘം ഈ അമിത്ഷായെ കണ്ടിരുന്നു. തുടർന്ന് അമിത്ഷാ അക്കാര്യത്തിൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം മറുപടി നൽകാമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് ഈ മറുപടി നൽകിയിട്ടുള്ളതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ മറുപടിയുടെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ അമിത്ഷാ നൽകിയിരിക്കുന്ന ഈ മറുപടിയിൽ സംസ്ഥാന സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചിരിക്കുന്നു എന്നാണ് ഈ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നവംബർ 13 മാത്രമാണ് ഈ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള വിശദമായ റിപ്പോർട്ട് കേരളം കൈമാറിയതെന്നാണ് അമിത്ഷാ ഈ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിരിക്കുന്ന കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് നിലവിൽ മന്ത്രിതല സമിതി, അതായത് വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന സമിതി പരിശോധിച്ചു വരികയാണെന്നും ഈ മറുപടിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമിതിയുടെ തീരുമാനം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ഈ മറുപടിയിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള. ഈ മറുപടിയുടെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമായിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ സർക്കാർ ഈ സഹായം അഭ്യർത്ഥിച്ചുള്ള കത്ത് അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകാൻ വൈകിയത് കൊണ്ടാണ് കേന്ദ്ര സഹായം വൈകിയതെന്ന ഒരു സൂചന അല്ലെങ്കിൽ എന്നൊരു വിമർശനമാണ് അമിത്ഷാ ഈ മറുപടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളൊക്കെ സമാനമായി സംസ്ഥാന സർക്കാരിനെതിരെ സർക്കാർ കേന്ദ്ര സഹായം കിട്ടുന്നില്ല, കേന്ദ്രം സംസ്ഥാനത്തെ അവഗണിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള അതിരൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ ഉന്നയിക്കുമ്പോൾ ആ തരത്തിലുള്ള മറുപടിയായിരുന്നു BJP നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. ഇപ്പോൾ അതൊക്കെ ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം വലിയ തോതിൽ ഉയരാൻ ഇടയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയല്ലേ? അക്ഷയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കത്തിന്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമായിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ, ഈ പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മറുപടി കത്ത് ഈ പരസ്യപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഈ സഭാ സമ്മേളനം തുടങ്ങിയതിനു ശേഷം 2 തവണ ഈ വയനാട്ടിലെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വയനാട്ടിലെ ഈ നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്രം ഈ പാർലമെന്റിൽ വിശദീകരണം നൽകിയിരുന്നു. രാജ്യസഭയിൽ ഹാരിസ് ബീരാന്റെ ചോദ്യത്തിനുൾപ്പെടെയായിരുന്നു വിശദീകരണം നൽകിയിരുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏറെക്കുറെ ഈ മറുപടിയിലും ഉള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. അതിലാണ് ഈ നവംബർ 13 ഏറ്റവും ഈ സംസ്ഥാനം വിശദമായ റിപ്പോർട്ട് നൽകിയതെന്നും ആ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചു വരികയാണെന്നും അതിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്നും വിശദീകരിച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണം ഈ അമിത്ഷാ പറഞ്ഞിട്ടുണ്ടോ എന്നത് ഈ കത്തിന്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ.